മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ ഒരു ഹരിത ബൂത്തുണ്ട്. മണ്ഡലത്തിലെ 134 നമ്പർ ബൂത്താണ് പൂർണ്ണമായും പ്രകൃതി ഉൽപ്പന്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചത്. മാവേലിക്കരയിലെ അതിമനോഹരമായ ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനുള്ളത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ 134 നമ്പർ ബൂത്ത് ഹരിത ബൂത്തായാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ ബൂത്തിന്റെ ദൃശ്യങ്ങളാണ്. ഹരിത ബൂത്തിലേക്ക് സ്വാഗതം എന്ന ഒരു കവാടമൊക്കെ വെച്ച് ഒരു തഴപ്പായയിലാണ് ഈ ഇതൊക്കെ എഴുത്തൊക്കെ ചിത്രീകരിച്ച് ഓലപ്പന്ത്, പഴയ ഓലപ്പന്തൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. വാഴയും അതുപോലെ തന്നെ കൊന്നപ്പൂവും ഒക്കെ വെച്ച് അലങ്കരിച്ച് കൃത്യമായി വളരെ ഭംഗിയിൽ ഇവിടെ ഒരു ഹരിത ബൂത്ത് ഒരുക്കിയെടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഹരിത ബൂത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് ചേച്ചിമാരുണ്ട്. ചേച്ചി, ഈ തൊപ്പി എനിക്ക് തരാമോ? ഒരു 5 മിനിറ്റ് ഞാൻ തരാം. അപ്പോൾ ഈ തൊപ്പി തൽക്കാലത്തേക്ക് ഞാനൊന്ന് വെക്കുകയാണ്, ഒന്ന് സഹിക്കണം. ഈ ഹരിത ബൂത്ത് നല്ല രസമുണ്ടല്ലോ. എങ്ങനെയായത്? ഇതിന്റെ ഒരു പരിപാടിയും പണിയൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നല്ല രീതിയിലുള്ള ഗ്രൂപ്പായിട്ട് ഞങ്ങളെല്ലാവരും വന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വന്ന് ഇത് ഇങ്ങനെ കെട്ടി അലങ്കരിച്ചതാണ്. കുറെ മെനക്കെട്ടോ? അതെ, ഒരുപാട് സമയം മെനക്കെട്ടു. ഞങ്ങളുടെ മന്ത്രി വരും, അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടി അലങ്കരിച്ചത്. ചേച്ചി, എന്തൊക്കെ പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ട് മൊത്തത്തില്? ഞങ്ങൾ വല്ലം പണിഞ്ഞിട്ടുണ്ട്. വല്ലം ഓരോ ബൂത്തിന്റെ വാതിക്കലും വല്ലങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുരുത്തോല കൊണ്ട് ഓല മെടഞ്ഞ് അവിടെ ചെറിയ ബൂത്ത് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടകളെ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഈ മന്ത്രി വോട്ട് ചെയ്യുന്നൊരു ബൂത്ത് കൂടിയാണ്. മന്ത്രി വന്നപ്പോ മന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? നല്ല സന്തോഷമായിരുന്നു. ഇതെല്ലാം ചോദിച്ചു. ഓല മടയാനെല്ലാം അറിയാമല്ലോ, എല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മന്ത്രിയും കുടുംബവും ഇവിടെ തന്നെ ഉണ്ട്. ഈ ബൂത്തിലെ വോട്ടറായിരുന്നു മന്ത്രി. അല്പനേരം മുമ്പാണ് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയത്.